इसी से दांतों की कई बीमारियां शुरू हो जाती हैं, जैसे दांतों में कीड़ा लगना, दर्द होना, पायरिया होना, ठंडा गर्म पानी लगना और मुंह से बदबू आना वगैरह. ഇക്കാരണത്താൽ പല്ലുകളിൽ ഒരുപാട് രോഗങ്ങളുണ്ടാകുന്നു. ശുറു ഹോ ജാത്തി എന്നാൽ ഉണ്ടാവാൻ തുടങ്ങുന്നു. ജैसे दांतों में कीड़ा लगना, പല്ലുകളിൽ പുഴുക്കൾ പിടിക്കുക, ദർദ് ഹോന വേദന ഉണ്ടാകുക, പായറിയ ഹോന പായറിയ എന്ന രോഗം ഉണ്ടാവുക. അങ്ങനെ പറഞ്ഞാൽ ഫയറിയ എന്ന് പറഞ്ഞാൽ പല്ലുകൾക്കിടയിൽ പൗപ്പൊക്കെ വന്നുങ്ങാണ്ട് പിന്നെ പല്ല് ഇളകുന്ന രോഗത്തിനാണ്. അതുപോലെ തന്നെ ടണ്ട പറഞ്ഞ തണുത്ത, ഗരം എന്ന് പറഞ്ഞാൽ ചൂടുള്ള, പാനി വെള്ളം, ലഗിനാണ് ചേരുക പറഞ്ഞാൽ അതൊക്കെ ചേരുമ്പോൾ വേദന ഉണ്ടാവല്ലോ ഉദ്ദേശം. അവർ മുഹ്സെ ബദുബു ആന, വായിൽ നിന്ന് ദുർഗന്ധം വരിക, വയറ, മറ്റുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങുന്നു. എന്ത്, പല്ലുകൾ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ പല്ല് കേടുവരുന്നു, ഇതുപോലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നു. യഹി നഹി, ഇത് മാത്രമല്ല, ബൽക്ക, നേരെ മറിച്ച്, ദാന്തോങ്കി ഗന്ദഗി, പല്ലുകളുടെ മാലിന്യം, അവർ ബദ്ബൂസെ, ദുർഗന്ധത്തിൽ നിന്ന്, ദൂസരി ബീമാരിയോം കാ ബി ഖതറ രഹ്താ ഹൈ, മറ്റു രോഗങ്ങളുടെയും അപകടങ്ങൾ സൃഷ്ടിക്കുന്നു, ഉണ്ടാകുന്നു. ഹം കഹ് സക്തേ ഹൈ, നമുക്ക് പറയാൻ കഴിയും, കെ ഗൊസ കെ ജറാത്ത് കാ ദാന്തോ മേ ഫസ്ന മുസിർ ഹൈ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പറയാൻ കഴിയും എന്താ വെച്ചാൽ, ഈ ഭക്ഷണത്തിൻ്റെ ഓരോ അംശങ്ങൾ പല്ലുകളിൽ കെട്ടിക്കിടക്കുക, ബസ്ന നമ്മൾ പഠിച്ചു അല്ലേ, അവിടെ കെട്ടിക്കിടക്കുക, എന്താണ്, ബന്ധിതമായി കിടക്കുക എന്നുള്ളത് മുസിർഹെ, അത് ബുദ്ധിമുട്ടാകുന്നു. ഇസ്ലിയെ, ഇക്കാരണത്താൽ ദാന്തോങ്കി സഫായി और ഹിഫാസത്ത് ജറൂരി ഹെ. അപ്പോൾ ഇക്കാരണത്താൽ തന്നെ പല്ലുകളെ വൃത്തിയാക്കൽ വളരെ അത്യാവശ്യമാണ്. പല്ലുകളെ സൂക്ഷിക്കലും വൃത്തിയാക്കലൊക്കെ വളരെ അത്യാവശ്യമാണ്. ദാന്തോങ്കി സഫായി സെ ഇൻസാൻ സെഹത്മന്ദ് രഹ്താ ഹെ, പല്ലുകൾ വൃത്തിയാക്കുന്നതോടുകൂടെ മനുഷ്യൻ ആരോഗ്യവാനാകുന്നു. ദാന്തോങ്കി സഫായി സെ ഇൻസാൻ സെഹത്മന്ദ് രഹ്താ ഹെ, പല്ലുകൾ വൃത്തിയാക്കുന്ന കാരണത്താൽ മനുഷ്യൻ ആരോഗ്യവാനാകുന്നു. ഉസ്കെ ലിയെ ജറൂരി ഹെ, അതിന് അത്യാവശ്യമാണ്, കെ ഹം സുബ് അവർ രാത് കോ സോനെ സെ പഹലെ, സുബിക്കും രാത്രിയൊക്കെ ഉറങ്ങുന്നതിൻ്റെ മുമ്പ്, ദാന്തോങ്കോ, പല്ലുകളെ നല്ല രീതിയിൽ, ജറൂർ, നിർബന്ധമായും, സോഫ് കരെ, വൃത്തിയാക്കണം. ദാന്തോങ്കി സഫായി കെ ലിയെ, പല്ലുകളുടെ വൃത്തിക്ക് വേണ്ടി, ആം തോർ പർ, സാധാരണ, ആജ്കൽ, ഈ കാലത്ത്, ജ്യാദാതർ, കൂടുതലായി, വളരെയധികം, ബ്രഷ് കാ ഇസ്തീമാൽ കിയാ ജാത, അധികവും ബ്രഷാണ് ഉപയോഗിക്കപ്പെടാറുള്ളത്. ഉസ്കെ അലാവ, അതിന് പകരമായിട്ട്, മഞ്ചൻ എന്ന് പറഞ്ഞ പൽപ്പൊടി, അവർ മിസ്വാക്ക് എന്ന് പറഞ്ഞാൽ ഈ അറാക്ക് പോലത്തെ സാധനങ്ങളെ, അതിനാലും ദാന്ത് സോഫ് കിയെ ജാത്തെ ഹൈ, പല്ലുകൾ വൃത്തിയാക്കപ്പെടുന്നു. ഇതുപോലെ ദാന്തോങ്കി സഫായി സെ ഉന്മേ അടുക്കെ ഹുയെ, ഇതുപോലെ പല്ലുകളുടെ വൃത്തിയാക്കുന്നതിൽ നിന്ന് അതിൽ തടഞ്ഞു കിടക്കുന്ന റേസെ, കഷ്ണങ്ങൾ, നിക്കൽ ജാത്തെ ഹൈ, പുറത്താകുന്നു. പുറപ്പെടുന്നു. അവർ ദാന്ത് സോഫ് और सेहतमंद रहते हैं, അതുപോലെ പല്ല് വളരെ വൃത്തിയുള്ളതും ആരോഗ്യമുള്ളതും ആകുന്നു. ഉസ്കെ അലാവ, ഇതിന് പകരമായിട്ട്, ഇല്ലെങ്കിൽ ഇസ്കെ അലാവ, ഇതിന് പകരമായിട്ട്, ദാന്തോങ്കി മസ്ബൂത്തി അവർ പായിദാരി കലി, രണ്ടിൻ്റെ അർത്ഥം ഉറപ്പ് എന്നാണ് കേട്ടോ. മസ്ബൂത്തി പറഞ്ഞാലും പായിദാരി എന്ന് പറഞ്ഞാലും, പായിദാരി കലി, അതിന് ഉറപ്പിന് വേണ്ടിയിട്ട്, അതിൻ്റെ ആ ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട്, ജറൂരി ഹെ, അത്യാവശ്യമാണ്. എന്തെന്നാൽ, ഹം കാനെ പീനെ മേ ബി ഇഹ്തിയാത്ത് കരേ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലും അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നതിലുമെല്ലാം സൂക്ഷ്മത പുലർത്തണം. കാനെ മേ, ഭക്ഷണം കഴിക്കുന്നതിൽ, ദൂത് അവർ ഹരി പത്തിയോ വാലി സബ്സി ജറൂർ ലേ, പാലും അതുപോലെ തന്നെ നല്ല പച്ച ഇലകളുള്ള, ഹരി പറഞ്ഞാൽ പച്ച, പത്തിയോ എന്ന് പറഞ്ഞാൽ പത്ത എന്നുള്ളതിൻ്റെ ജമ്മാണ് പത്തിയോ, ഇലകൾ, ഹരി പത്തിയോ വാലി, പച്ച ഇലകളുള്ള, സബ്സിയ, പച്ചക്കറികൾ, ജറൂർ ലേ, നിർബന്ധമായും എടുക്കണം. ഗരം ചീസേ ജൈസെ ചായ, ചൂടുള്ള വസ്തുക്കൾ, ജൈസെ ചായ കാഫി പീനേക്കെ ഫോറൻ, ചായ കാപ്പിയൊക്കെ കുടിക്കുന്നതിൻ്റെ ഉടനെ, ശേഷം ടണ്ട പാനി യാ ഷർബത്ത് നെ പിയേ, തണുത്ത വെള്ളമോ സർബത്തോ ഒന്നും എന്ത് ചെയ്യരുത്, കുടിക്കാൻ പാടില്ല.
ഖാനെ മേ സിയാദ മീട്ടി ചീസ് എന്നെ ഖായ. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ നല്ലോണം മധുരമുള്ളത് തിന്നാൻ പാടില്ല, അതൊക്കെ പല്ലിന് കേടാണ്. സഖ്ത അവർ സിയാദ, സഖ്ത പറഞ്ഞ കഠിനമായ, അവർ സിയാദ കൂടുതൽ ഖട്ടി പുളിയുള്ള ചീസോ കാ ഇസ്തീമാൽ കം കരെ, അതിൻ്റെ ഉപയോഗം കുറയ്ക്കണം, അതൊക്കെ പല്ലിന് കേടാണ്. ഇസ് തറഹ് ഹം അപ്നെ ദാന്തോ കോ മസ്ബൂത്ത്, ഇപ്രകാരം നമുക്ക് നമ്മുടെ പല്ലുകളെ മസ്ബൂത്ത് ഉറപ്പുള്ള, ചമക്ക്ദാർ തിളങ്ങുന്ന, അവർ ഖൂബ്സൂറത്ത് ഭംഗിയുള്ളതായിട്ട് രഖ് സക്തേ ഹേ വെക്കാൻ സാധിക്കും. ഈ ബാക്കിയുള്ള പ്രധാനപ്പെട്ട അർത്ഥങ്ങളാണ് ഈ പാഠത്തിലുള്ള. അപ്പോൾ ഇതും ബാക്കിയുള്ള അർത്ഥങ്ങളൊക്കെ നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കണം. പിന്നെ ഗൗർ കീജിയെ, ഇതിൽ ചിന്തിക്കാനുള്ളത് ദാന്ത് ബോൽനെ ഹമാരി മദദ് കർത്തേ ഹേ, പല്ല് സംസാരിക്കുന്നതിൽ നമ്മെ സഹായിക്കുന്നു. ദാന്ത് ഗൊസാക്കോ ബാരീക്ക് കർത്തേ ഹേ അവർ ഹസും ഹോനെ കെ കാബിൽ ബനാത്തേ ഹേ, പല്ല് ഭക്ഷണത്തിനെ കഷ്ണങ്ങളും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് ആഗിരണം ചെയ്യാനുള്ള രീതിയിൽ ആക്കുന്നു. दांतों की मजबूती और पायदारी के लिए खाने पीने में एहतियात ज़रूरी है. വെള്ളം കുടിക്കുന്നതിലും ഭക്ഷണം കഴിക്കുന്നതിലുമെല്ലാം പല്ലിൻ്റെ ഉറപ്പിന് വേണ്ടിയിട്ട് സൂക്ഷ്മത പുലർത്തൽ അത് അത്യാവശ്യമാണ്. ഇനി ഉത്തരം എഴുതാനാണ്. ഓരോന്നിൻ്റെയും ചോദ്യം മനസ്സിലാക്കുക, ഉത്തരങ്ങൾ നിങ്ങൾ എഴുതിയിട്ട് ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യാം. സോച്ചിയെ ബത്തായിയെ और लिखिए, ചിന്തിക്കുക, പറയുക, എഴുതുക. ദൂദ് കെ ദാന്ത് കബ് നിക്കലിനെ ശുറു ഹോത്തെ ഹൈ, പാൽ പല്ലുകൾ എപ്പോഴാണ് പുറപ്പെടാൻ തുടങ്ങുക. രണ്ടാമത്തത് ദാന്തോൻ സെ ഹം ക്യാ ക്യാ കാം ലേത്തെ ഹൈ, പല്ലുകൾ കൊണ്ട് എന്തൊക്കെ ജോലികൾ നമ്മൾ എടുക്കുന്നു. മൂന്നാമത്തത് ഇൻസാൻ കെ മുഹമ്മെ, മനുഷ്യൻ്റെ പല്ലിൽ കുൽ മൊത്തത്തിൽ കിത്തനെ ദാന്ത് ഹോത്തെ ഹൈ, എത്ര പല്ലുകൾ ഉണ്ടാകുന്നു. നാലാമത്തത് ദാന്തോं की सफाई न करने से क्या नुकसान पहुंचता है, പല്ലുകൾ വൃത്തിയാക്കിയില്ലെങ്കിൽ എന്ത് വീഴ്ചയാണ് അവിടെ സംഭവിക്കുക. ദാന്തോं की आम तौर पर क्या क्या बीमारियां होती है, സാധാരണ പല്ലുകൾക്ക് എന്തൊക്കെ രോഗങ്ങളാണ് ഉണ്ടാവാറ്. ദാന്തോं की मजबूती और पायदारी के लिए, പല്ലുകളുടെ ഉറപ്പിനും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ശക്തിക്കും വേണ്ടിയിട്ട് ക്യാ ക്യാ ബാത്തേ ജറൂരി ഹേ, എന്തൊക്കെ കാര്യങ്ങൾ അത്യാവശ്യമാണ്. അപ്പോൾ ആ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതിയിട്ട് നിങ്ങൾ ഇന്ന് തന്നെ അത് അപ്ലോഡ് ചെയ്യുക ക്ലാസ് റൂമിൽ. അടുത്തത് ഖാലി ജഗോ കോ നീച്ചെ ലിഖേ ഹുയെ സഹി അൽഫാസ് സെ ഭരിയെ, താഴെയുള്ള കാലിയായ സ്ഥലങ്ങൾക്ക് ഈ മുകളിലുള്ള ലഫ്ലുകളിൽ യോജിച്ചത് എടുത്തിട്ട് ശരിയായ ഇതെടുത്തിട്ട് എഴുതുക. പിന്നെ ഇൻ ലഫ്സോ കോ ജുംലെ മേ ഇസ്തിമാൽ കീജിയെ, ഇത് അഞ്ചാമത്തത് ജുംലയിൽ പ്രയോഗിക്കാനുള്ളതാണ്. അതും നിങ്ങൾ നോട്ട് ബുക്കിൽ ജുംലയിൽ പ്രയോഗിച്ച് എഴുതിയത് ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യണം. അടുത്തത് ഇൻ ലഫ്സോ കെ നീച്ചെ ഇൻകെ വാഹിദ് ലിഖിയെ, താഴെയുള്ളതിൻ്റെ വാഹിദ് എഴുതാൻ. അജിസാമിൻ്റെത് ജിസ്മ, അൽഫാസിൻ്റെത് ലഫ്സ്, മുഷ്കിലാത്തിൻ്റെ മുഷ്കിൽ, അത്വാറിൻ്റെ തോറ്, സറാത്തിൻ്റെ സറ, ഷുറുവാത്തിൻ്റെ ഷുറോയ്. ഇനി അടുത്തത് അലിഫിൻ്റെയും ബായിൻ്റെയും കള്ളികൾ പരസ്പരം യോജിച്ചത് ചേരുംപടി ചേർക്കാനാണ്. ജോഡി മിലായിയെ, എൻ്റെ ജോഡികളെ ചേർക്കാൻ. അടുത്തത് എട്ടാമത്തത് പഠിയെ സംജിയെ അവർ ലിഖിയെ, പഠിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് ഇത് എന്താണ് ടണ്ട പാനി ചമക്ക്ദാർ ദാന്ത്. ഈ ജുംലകളിൽ പാനി എന്നുള്ളതും ദാന്ത് എന്നുള്ളതും ഇസ്മാകുന്നു. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് പഠിച്ചതാണ്, കഴിഞ്ഞ ഗുൽജാർ ഉറുദുവിൽ സിഫത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സിർഫ് പാനി യാ ദാന്ത് കഹാ ജായേത്തോ, വെറും പല്ല് അല്ലെങ്കിൽ വെള്ളം എന്ന് പാനി അല്ലെങ്കിൽ ദാന്ത് എന്ന് മാത്രം പറഞ്ഞാൽ യാ മാലൂം നെയ് ഹോത്ത, ഇത് നമുക്ക് മനസ്സിലാവില്ല. എന്തൊക്കെ പാനി ടണ്ടാ ഹേ, വെള്ളം തണുത്തതാണ് എന്നുള്ളതും ദാന്ത് ചമക്ക്ദാർ ഹേ, പല്ല് തിളങ്ങുന്നതാണ് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ടണ്ടാ പാനിയ ചമക്ക്ദാർ ദാന്ത് കഹനേസെ, അത് പറയുന്നതോടുകൂടെ പാനി അവർ ദാന്ത് കെ ഹൂബി വാസി ഹോ ജാത്തി ഹേ, ആ ഒരു പല്ലിൻ്റെയും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെയും ഒരു നന്മ, ഒരു നല്ല കാര്യം അവിടെ എന്താകുന്നു, വ്യക്തമാകുന്നു. ഐസെ അൽഫാസ്, ഇങ്ങനെയുള്ള ലഫ്ലുകൾ ജിൻസെ, അതിൽ നിന്ന് കിസി ഇസ്മിക്ക് അച്ചായി യാ ബുരായി, ഏതെങ്കിലും ഇസ്മിൻ്റെ നന്മയോ തിന്മയോ ജോഹിർ ഹോ അത് വ്യക്തമാക്കുന്നു. ഉസെ അതിന് സിഫത്ത് കഹ്തേ ഹെ, അതിന് സിഫത്ത് എന്ന് പറയുന്നു. ജയ്സെ ഗറം, മീഠ, കട്ട എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഖാലി ജഗോമെ സിഫത്ത് ലഗാക്കർ, ഈ ഒഴിവുള്ള സ്ഥലങ്ങളിൽ സിഫത്ത് ചേർത്തിട്ട് ജുംല മുക്കമ്മൽ കീജിയെ, ജുംല പൂർത്തീകരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള പൂരിപ്പിക്കാനുള്ളതൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതണം. അതായത് ഇവിടെ ജം എഴുതാനുള്ളത്
മുഫ്രദ് എഴുതാനുള്ളതും അതുപോലെ തന്നെ ഇവിടെ പൂരിപ്പിക്കാനുള്ളത്, അതുപോലെ തന്നെ ഇവിടെയും ഇപ്പോൾ പൂരിപ്പിക്കാനുണ്ട്. അതൊക്കെ നിങ്ങൾ ടെക്സ്റ്റിൽ എഴുതിയിട്ട് അതും ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യണം. ഇനി അടുത്ത ദാന്തോങ്കി സഫായി പെർ 5 ജുംലയിലേക്ക്, ഇതും അതായത് പല്ലുകളെ വൃത്തിയാക്കുന്നതിൻ്റെ മേലുള്ള 5 ജുംലകൾ ഉണ്ടാക്കിയത്. ഇനി അടുത്ത് താഴെയുള്ള ലഫ്ലുകളുടെ ലിദ്, അതായത് ഓപ്പോസിറ്റ് ചെയ്താണ്. ബദ്ബുവിൻ്റെ ഖുഷ്ബു, ഗറം എന്നുള്ളതിൻ്റെ ഗരം എന്നുള്ളതിൻ്റെ ടണ്ട, ഗരം ചൂടാണല്ലോ, അപ്പോൾ തണുപ്പുള്ള. മീട്ട എന്നുള്ള മധുരമുള്ള, അപ്പോൾ കയ്പുള്ള, കടുവ എന്ന് പറയാം, അല്ലെങ്കിൽ കട്ട പുളിയുള്ള. പിന്നെ ആമ എന്നുള്ളതിൻ്റെ ഹാസ്, മുസ്കിൽ എന്നുള്ളത് ബുദ്ധിമുട്ട് എന്നുള്ളതാണ്. അപ്പോൾ എളുപ്പം എന്നുള്ളതിന് ആസാൻ. അതുപോലെ തന്നെ ഗന്ധ എന്ന് പറഞ്ഞാൽ സോഫ് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ്. ബൂഡ എന്ന് പറഞ്ഞാൽ വയസ്സൻ, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് യുവാവ്, ജവാന് അല്ലെങ്കിൽ ബച്ച, കുട്ടി എന്തും കൊടുക്കുക. പക്ക എന്ന് പറഞ്ഞാൽ പാകമായ, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ്, അതായത് ഇപ്പോൾ വേവിക്കാത്ത അല്ലെങ്കിൽ പച്ചയായിട്ടുള്ള. ഓക്കെ. ഇനി അടുത്തത് അലിഫ് ബ ഇസ്സോങ്കോ മിലാക്കർ സഹി ജുംലെ ബനായിയെ അവർ നീച്ചെ ഖാലി ജഗോമെ ലിഖിയെ. അതായത് ഇവിടെ അലിഫിലും ബാലും എന്തുണ്ട്, ഒന്നാമത്തേൻ്റെ ബാക്കി രണ്ടാമത്തേലൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഇത് കൂട്ടി യോജിപ്പിച്ചിട്ട് ഈ പൂരിപ്പിക്കാനുള്ള സ്ഥലത്ത് എഴുതുക. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ പൂരിപ്പിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടും ബാക്കി ആ നോട്ട് ബുക്കിൽ എഴുതാൻ പറ നോട്ട് ബുക്കിൽ എഴുതിയിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഗൂഗിൾ ക്ലാസ് റൂമിൽ അന്ന് വിടുന്ന ലിങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. എല്ലാം സമയത്തിന് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.